നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് തന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയ ഒരു അധ്യാപകന്റെ, നമുക്കറിയാം ന്യൂമാൻസ് കോളേജ് അധ്യാപകനായിട്ടുള്ള ജോസഫ് സാറിന്റെ കൈയും കാലും ഒക്കെ വെട്ടി അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിച്ച, ജീവിത സഖിയെ കൊലയിലേക്ക് തള്ളിവിട്ട ഇസ്ലാമിക കൊടുംഭീകരതയെ കുറിച്ചൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന പേര് ഉച്ചരിക്കുമ്പോഴേക്കും എന്തൊക്കെയോ ഇവിടെ അങ്ങോട്ട് ഞങ്ങൾ ആക്കിക്കളയും എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആ വർഗത്തെ പൂർണ്ണമായും മിനിറ്റുകൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും തീഹാർ ജയിലിൽ അടച്ച അതിശക്തരായി ഭരിക്കുന്ന BJP, അവരുടെ സംഘടനയായിട്ടുള്ള RSS, അവരുടെ ശക്തി കൃത്യമായിട്ട് ലോകം കണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരെ കൂട്ടത്തോടെ ജയിലിൽ അടച്ചതോടുകൂടി നോക്കൂ, ഈ നമ്മൾക്കറിയാം ഇന്ന് നബിദിനം എന്ന് പറയുന്ന ഇവരുടെ എന്തോ ഒരു വലിയ വിശേഷ ദിവസമാണെന്ന് അറിയാം. എന്റെ വലതുവശത്ത് കാണുന്ന ഡോക്ടർ NR മധു, അദ്ദേഹം കേസരി വീക്കിലിയുടെ എഡിറ്റർ ഇൻ ചീഫ് ആണ് എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം കൃത്യമായിട്ട് നമ്മുടെ ഈ മുഹമ്മദ് ആരാണ് എന്നുള്ളത് സഹിതം വരച്ച് കാട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയുന്ന രീതിയുണ്ട്. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രത്തോളം ഈ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ പ്രാധാന്യം. ആരാണ് മുഹമ്മദ് എന്നുള്ളത് ഒരു ചിത്രം കണക്കെ ഡോക്ടർ NR മധു സാർ പറയുന്ന ആ വാക്കുകൾ ഉണ്ടല്ലോ മക്കളെ, അത് ലോകമൊന്നടങ്കം ഞെട്ടുന്ന കാര്യം തന്നെയാണ്. ഇത്രയ്ക്ക് ധീരമായി പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ജബ്ബാർ മാഷായാലും അതല്ലെങ്കിൽ ജാമിദ ടീച്ചറായാലും ഒട്ടേറെ എക്സ് മുസ്ലിംസുകൾ ഈ പറയുന്ന ചങ്ങാതിയെ പച്ചയ്ക്ക് വലിച്ചു കീറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ടും NR മധു സാറിന്റെ ആ വാക്കുകൾ, ഇത്തരത്തിൽ ബോൾഡ് ആയിട്ടുള്ള വാക്ക് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാന്യപ്രേക്ഷകർ അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഒന്നൊന്നര വാക്കുകളാണ്. മധു സാറിന് വലിയൊരു സല്യൂട്ട് തന്നെയാണ് നൽകുന്നത്. കേട്ടു നോക്കാം. ഈ നബിദിന ദിവസം തന്നെ, അതല്ലെങ്കിൽ തിരുവോണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമുള്ള ഈ ഓണനാളിൽ തന്നെ, നാളുകളിൽ തന്നെ നമ്മൾക്ക് അത് കേൾക്കേണ്ടതുണ്ട്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കേട്ടു നോക്കാം. നബി സ്വന്തം കൈകൾ കൊണ്ട് 300-ൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത്. ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം മാത്രമല്ല, പല വിഭാഗമുണ്ട്. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അയോധ്യക്കെതിരാണ്, അവർ കാശിക്കെതിരാണ്. അപ്പൊ നമ്മുടെ പൂർവികന്മാരെ കൊലപ്പെടുത്തി, അവരെ ആക്രമിച്ച്, അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മേലെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു ഭാരതീയനെ സംബന്ധിച്ച്, ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം മുസ്ലിമിന് ഒരു ആരാധനാലയത്തിന് വേണ്ടി ചെയ്തതല്ല ഇത്. അത് കാശിയിലാണേലും മധുരയിലാണേലും അയോധ്യയിലാണെങ്കിലും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒന്ന്, സമ്പത്ത് കൊള്ളയടിക്കുക. രണ്ട്, മതപരമായ അധീശത്വം അടിച്ചേൽപ്പിക്കുക. അപ്പോ ഒരു ഹിന്ദു സമൂഹത്തിന്റെ മേലെ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമായിട്ട്, ഒരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പവിത്രമായി കണക്കാക്കുന്ന ഈ സങ്കേതങ്ങളിൽ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് മേലെ മസ്ജിദിന്റെ ഡോം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പൊ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലാണെങ്കിൽ ഈദ്ഗാഹ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ആ ഈദ്ഗാഹിന്റെ ഉള്ളിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം നിൽക്കുകയാണ്. ഇത്രയും 500 വർഷമായിട്ട്, ഏതാണ്ട് ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. 500 വർഷമായിട്ട് ഹിന്ദു സമൂഹം എത്ര ക്ഷമയോടുകൂടിയാണ് ഇത് സഹിച്ചത്. AD 360 സ്ഥാപിതമായ തുർക്കിയിലെ പള്ളി, ക്രിസ്ത്യൻ പള്ളി ഹാഗിയ സോഫിയ AD 360 സ്ഥാപിച്ചാണ്. എത്രയോ വർഷമായി അവർ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടു ഹാദിയ സോഫിയ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഹാദിയ സോഫിയ മസ്ജിദാക്കി മാറ്റി നമ്മുടെ കൺമുന്നിൽ. ഇത് ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഈ പറയുന്ന മതേതരത്വമൊന്നും ഇസ്ലാം മതമൗലികവാദികൾക്ക് ബാധകമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മൗലികവാദ മതമാണ്. അതില് ഭക്തരായ മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എവിടെയും ഉറച്ച് പറയാൻ തയ്യാറാണ്. കാരണം ഹാദിയ സോഫിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിച്ച് എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടു കേരളത്തിൽ? ഇവിടെ ഏറ്റവും വലിയ മതേതരത്വം പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഹാദിയ സോഫിയയുടെ കാര്യത്തിൽ ഇടപെട്ടു. ഇത് പറയുന്ന സമയത്ത് തന്നെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നിരവധി മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് ഈ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തിട്ടുണ്ട്. അയോധ്യ ക്ഷേത്ര ദർശനം നടത്തുന്ന വിശ്വസിപ്പ് പുറത്തു വരുന്നു. ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനത ഭാരതത്തിൽ വളർന്നു വരികയാണ്. ഇത്രയും കാലം നമ്മളുടെ രാജ്യത്ത് ആവശ്യമില്ലാത്ത പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവിടെ ഒരു ദേശീയ മുസ്ലിം ജനവിഭാഗം ഉണ്ടായിരുന്നു. ദേശീയവാദികളായ മുസ്ലിങ്ങൾ ഉണ്ട്.
ആ ദേശീയവാദികൾക്ക് ഇപ്പൊ ഒരു സ്വാതന്ത്ര്യബോധവും ധൈര്യവും വന്നു. എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ പെരുകുന്നത് ഭാരതത്തിൽ ഇപ്പൊ? എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടല്ല എക്സ് മുസ്ലിങ്ങൾ പെരുകുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ എക്സ് മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം ജീവിച്ചിരിക്കില്ല. അത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. വിഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ളതും അതിന്റെ മേലെ അവരുടെ ആരാധനാലയം പണിയുക എന്നുള്ളതും ഇസ്ലാമിന്റെ പാരമ്പര്യം ആരംഭിക്കുന്ന മുഹമ്മദ് നബിയുടെ കാലത്താണ്. മുസ്ലിങ്ങൾ പവിത്രമായി കണക്കാക്കുന്ന കാബ എന്ന് പറയുന്നത് എന്താണ്? സൗദി അറേബ്യയിലെ ആദിമ ഗോത്ര സമൂഹമായിരുന്ന ഖുറൈശികൾ അവരുടെ ക്ഷേത്രമാണത്. അവരുടെ ചരിത്രം വായിച്ചു നോക്കി അറിയാം. നബി സ്വന്തം കൈകൾ കൊണ്ട് 300-ൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത്. ഒരു വിവാദമായ പരാമർശമാണ്. 100%. ഇത് ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പരിശുദ്ധമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന കാബ ഖുറൈശി ഗോത്ര സമൂഹത്തിന്റെ ക്ഷേത്രമാണ്. അതിന്റെ മേലെയാണ് മുഹമ്മദ് നബി നേരിട്ട്. അതുകൊണ്ട് ഇവിടെ ഔറംഗസേബ് ഇത് ചെയ്യുന്നതിൽ ഒരു അതിശയവുമില്ല. കാരണം ഔറംഗസേബ് മുഹമ്മദ് നബിയുടെ കാർബൺ കോപ്പിയാണ്. എന്ന് മാത്രമല്ല, ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം മാത്രമല്ല, പല വിഭാഗമുണ്ട്. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. സമാധാന മതം. ഔറംഗസേബിന്റെ ഈ സൈന്യത്തില് മറ്റൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു. അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക, വിഗ്രഹങ്ങൾ ഉടയ്ക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉടയ്ക്കുന്നവർക്ക് ഔറംഗസേബ് പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ രാജ്യം പത്മശ്രീ ഒക്കെ കൊടുക്കുന്നത് പോലെ പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു. അത് ബുദ്സിഖൻ എന്ന പദവിയാണ്. ബുദ്സിഖൻ എന്ന് പറയുന്ന പദവിയാണ് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചുടയ്ക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഇതാണ് അവരുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് മതമൗലികവാദികളായ മുസ്ലിങ്ങൾ ഇപ്പോഴും കാശിയിലെ ആ പേര് തന്നെ എന്താണ് ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ സംസ്കൃത പദമല്ലേ? ജ്ഞാനം, അറിവ്, വാബി, കിണർ. ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ അറിവിന്റെ കിണർ. ഇതെന്താ സംസം കിണറാണോ? അയോധ്യയിൽ സംസം കിണർ വരില്ലല്ലോ. ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ അത് ശിവനുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ടേമാണ്. കാരണം ഭാരതീയ സങ്കല്പം അനുസരിച്ച് ശിവൻ ദക്ഷിണാമൂർത്തി കൂടിയാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനമാണ്. അറിവിന്റെ ഒരു ദേവതയാണ് ദക്ഷിണാമൂർത്തി. എല്ലാ ശിവക്ഷേത്രങ്ങളിലും തെക്കേ ഖനദ്വാരത്തിൽ ദക്ഷിണാമൂർത്തി ഉണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ കാശി വിശ്വനാഥനെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കൂടെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ഷേത്ര പരിസരത്തുള്ള ദിവ്യമായ കിണറ്റിൽ നിന്നുള്ള തീർത്ഥമെടുത്ത് ആചമിച്ചാൽ, കുടിച്ചാൽ അത് വിദ്യാവർദ്ധനവിന് കാരണമാകും എന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനവാബി എന്ന് പറയുന്നത്. ആ ജ്ഞാനവാബിയുടെ മേലെയാണ് ഇപ്പോൾ ഇവർ മസ്ജിദ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്ന സമയത്ത് പള്ളിപ്പറമ്പിലെ രാമൻ എന്ന പ്രയോഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ പള്ളിപ്പറമ്പിലെ ശിവൻ എന്നുകൂടി കേൾക്കേണ്ടി വരും. അമ്പലപ്പറമ്പിലെ മസ്ജിദുകളുടെ ഒരു കഥ വേണം ഞാൻ പറയാം. ഇങ്ങ് കേരളം തൊട്ടുള്ള കഥ ഞാൻ പറയാം. വിത്ത് എവിഡൻസ് ആണ്. കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം ചേരമൻ പള്ളിയാണ്. ചേരമൻ പള്ളി, കൊടുങ്ങല്ലൂരെ ചേരമൻ പള്ളി ഭദ്രകാളി ക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന കട്ടയും കല്ലും ഒക്കെ കൊടുത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഹിന്ദു സൗഹാർദ്ദത്തോടു കൂടി അവർക്കൊരു മസ്ജിദ് പണിയാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നു. ഇനി ഈ കോഴിക്കോട്, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന കോഴിക്കോടേക്ക് വരാം. കോഴിക്കോട്ടെ ആദ്യത്തെ മുസ്ലിം പള്ളി പണിഞ്ഞു കൊടുത്തത് ആരാണ്? കോഴിക്കോട് സാമൂതിരിയാണ്. കോഴിക്കോട് സാമൂതിരി പണിഞ്ഞു കൊടുത്ത മുസ്ലിം പള്ളിയിലാണ് ഇവിടുത്തെ, അന്ന് ഇവിടെ കച്ചവടക്കാരായിട്ടാണ് ഇവർ വരുന്നത്, ആരാധന നടത്തുന്നത്. എന്ന് മാത്രമല്ല, തുറയില് അന്ന് ആരാധന നടത്താൻ അംഗബലമില്ല എന്ന് പറഞ്ഞപ്പോൾ തുറയിലെ ഹിന്ദുക്കളായ മുക്കുവരോട് ഒരു മകനെയെങ്കിലും നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അംഗബലം ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട്. എന്നിട്ട് ആ കോഴിക്കോട്ടെ സാമൂതിരിയുടെ പിന്മുറക്കാരായ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന മുസ്ലിം സോക്കോൾഡ് മുസ്ലിം സമൂഹം തിരിച്ചു കൊടുത്ത എന്താണ്? മാറാട് കൂട്ടക്കൊലയാണ് തിരിച്ചു കൊടുത്തത്. ഇതാണ് പാരമ്പര്യം. ഇത് എത്ര എക്സ്പ്ലോസീവ് ആണെന്ന് ആർക്ക് തോന്നിയാലും ഈ വസ്തുത നമ്മൾ അംഗീകരിച്ചേ മതിയാകും. ഇനി എത്ര ക്ഷേത്രങ്ങളുടെ ഉദാഹരണം ഞാനിവിടെ ഇവിടെ വിളിപ്പാടകലെ ഇപ്പൊ ഈ കാശിയിലെയും അയോധ്യയിലേക്ക് ഒന്നും പോണ്ട. ഞാനൊരു 30 വർഷം മുന്നേ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് അന്വേഷിച്ച് മലപ്പുറം ജില്ലയിലെ ചില ക്ഷേത്രങ്ങൾ കാണാൻ പോയി. ഞാൻ നിരവധി ക്ഷേത്രങ്ങളൊന്നും തകർന്നു കിടക്കുന്നുണ്ട്. ഇതെന്താ ഭൂകമ്പം ഉണ്ടായിട്ട് തകർന്നാണോ? എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും പറയും ഇത് മാപ്പിള കലാപകാരികളെ തകർത്തതാണ്, ഇത് ടിപ്പുവിന്റെ പടയോട്ടത്ത് തകർത്താണ്. അങ്ങനെ ഇവിടെ അമ്പലത്തറ UP സ്കൂൾ, അതായത് ഈ ചാലിയാർ പുഴ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വാഴക്കാട് പഞ്ചായത്തുണ്ട്. 30 വർഷം മുമ്പത്തെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. 30 വർഷം മുന്നേ അമ്പലത്തറ UP സ്കൂൾ കാണാൻ പോയി ഞാൻ. എന്താണ് ഈ സ്കൂളിന്റെ പേര് അമ്പലത്തറ UP സ്കൂൾ ആകാനെന്ന് കാരണം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു,
ഇത് ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രഭൂമി ഇന്ന് ഒരു മുസ്ലിമിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് മാപ്പിള കലാപകാലത്ത് തകർത്തതാണ്. ആ ക്ഷേത്രത്തിന്റെ മേലെ സ്കൂൾ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് അത് അമ്പലത്തറ UP സ്കൂൾ. ഇത് വേണമെങ്കിൽ പോയി നോക്കാം. പക്ഷേ അതിനപ്പുറത്തൊരു കാഴ്ച ഞാൻ കണ്ടു. അതെന്താണെന്നറിയോ? അവിടുത്തെ മൂത്രപ്പുരയുടെ ഓവുചാല് നിർഗമന നാളിയാണ് വെച്ചിരിക്കുന്നത്. ശ്രീകോവിലിലെ നിർഗമന നാളി, അഭിഷേക തീർത്ഥം ഒഴുകി വരുന്ന നിർഗമന നാളിയിൽ കൂടെ തന്നെ മുസ്ലിം കുട്ടികൾ, അവിടെ 90% മുസ്ലിങ്ങളാണ് പഠിക്കുന്നത്. മൂത്രമൊഴിക്കണമെന്ന ശാഠ്യം ആർക്കാണുള്ളത്? ഇതിന്റെ പേരാണ് ഈ വിഗ്രഹാരാധനക്കെതിരെ നടത്തുന്ന യുദ്ധം വിശുദ്ധമാണെന്നാണ് ഇസ്ലാം കരുതുന്നത്. അതിന്റെ ഭാഗമാണ് കാശി, അതിന്റെ ഭാഗമാണ് അയോധ്യ, അതിന്റെ ഭാഗമാണ് മധുര എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് സൗര സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് സൂര്യാരാധന. കേരളത്തിലും സജീവമായിരുന്ന സൂര്യാരാധന. ആ സൂര്യക്ഷേത്രങ്ങളൊക്കെ പലതും മൺമറഞ്ഞു പോയി. ഇന്നിപ്പോ കേരളത്തിൽ സൂര്യക്ഷേത്രങ്ങൾ എന്റെ അറിവിൽ 2 ഉള്ളൂ. അപ്പൊ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു, അങ്ങനെയല്ല, 3 അടുത്ത കാലത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് കണ്ണൂരാണ്, പാനൂരാണ്. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പാനൂർ എന്ന് പറയുന്നത് ഭാനുപുരമാണ്. ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആ ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ടക്കാലത്താണ് തകർത്തത്. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ മേലെ ഇന്ന് മുസ്ലിം പള്ളിയാണ്. പാനൂർ ടൗണിന്റെ നടുവിൽ ഈ ഉത്ഖനനം. ഇന്നിപ്പോ നമ്മുടെ ഈ പെനട്രേറ്റിംഗ് ക്യാമറയൊക്കെ ഉണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ഇവര് പരിശോധിക്കാൻ അനുമതി കൊടുക്കട്ടെ. പക്ഷെ അങ്ങനെ അന്വേഷിച്ചു പോകണമെങ്കിൽ അതാണ് അതിൽ ഇവിടെ ഏറ്റവും സംഭവിച്ചു പോയതാണ്. അതെ, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കാശി മധുര ബാക്കി ഹേ. നമുക്ക് ഇതിലൊരു കോംപ്രമൈസിൽ എത്താം. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രബലമായ പ്രസ്ഥാനം പറയുന്നു, അതിന്റെ സർസംഘചാലകൻ പറയുന്നു, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് വന്നാൽ പോലും അല്ല, അത് ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. ആ പരമോചന സർസംഘചാലകൻ പറയുന്നു, എല്ലാ പള്ളിയുടെയും അടിയിൽ നിങ്ങൾ വിഗ്രഹം തിരയേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാം. പക്ഷേ മുസ്ലിങ്ങൾക്ക് കാബ പോലെ, ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെ ഏറ്റവും പവിത്രമായ 3 ക്ഷേത്രങ്ങൾ, അതിന്റെ പേരെ തന്നെ മസ്ജിദ് വെക്കണം. എന്താ നിർബന്ധം? ഇപ്പൊ കാശിയില്, അയോധ്യയില് മനോഹരമായ ഒരു മസ്ജിദ് പണിയാൻ അവിടെ ഉണ്ടായിരുന്ന 2.70 സ്ഥലമായിരുന്നെങ്കിൽ ഇത് 5-6 ഏക്കർ കൊടുത്തിരിക്കുകയല്ലേ. ഇതിൽ വിശാലമായിട്ട് പള്ളി പണിയാമല്ലോ. അപ്പൊ പള്ളി, ഈ പറയുന്ന പ്രോപ്പർട്ടിയോട്, ഈ പറയുന്ന സ്ഥലത്തോട് വൈകാരിക ബന്ധമുള്ളത് ഹിന്ദുവിനാണ്. അവർക്കൊരു ആരാധനാലയമാണ് വേണ്ടതെങ്കിൽ വളരെ നിഷ്പ്രയാസം അത് മാറ്റി സ്ഥാപിക്കാം. രണ്ട് വിഭാഗങ്ങളും തമ്മിലൊരു ഒത്തുതീർപ്പിൽ എത്തിയാൽ പോലും രാം കെ നാം പോലുള്ള ഡോക്യുമെന്ററികൾ കാണേണ്ടി വരും. നിശ്ചയമായിട്ടും. കാരണം ഇത് എങ്ങനെ വർഗീയമായ, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് BJP അല്ല വർഗീയ മുതലെടുപ്പ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവിടുത്തെ എല്ലാ വർഗീയ കാലുഷ്യങ്ങൾക്കും വഴിമരുന്നിടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കാര്യങ്ങൾ, രാം ജന്മഭൂമിയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയ സമയത്ത് അതിനെ അട്ടിമറിച്ചത് ആരാണ്? ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ഇടതുപക്ഷ കുബുദ്ധിജീവികളാണ്. അതാണ് KK മുഹമ്മദ് പറഞ്ഞത്. ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിൽ, ഇപ്പൊ കാശിയിലാണെങ്കിലും ഇത് പരമാവധി മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ആരാണ്? BJP അല്ല. ഇത് വർഗീയമായി ഉപയോഗിക്കാനും വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനും ഇന്ന് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ സതീശനൊക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവന കേരളത്തിൽ ഇറങ്ങുന്നത്. കാരണം ഇപ്പൊ അവരൊരു മുന്നണിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരു മുന്നണി ആയതുകൊണ്ട് അത് പിളർന്ന് പൊട്ടിത്തകർന്ന് നാശമായെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അയോധ്യക്കെതിരാണ്, അവർ കാശിക്കെതിരാണ്. നോക്കൂ, ഇത് NR മധു എന്ന് പറയുന്നത് ആരാണ് ഇയാൾ ഇതൊക്കെ പറയാനെന്ന് ചോദിച്ച് കുറെ ഇസ്ലാമിക നാമധാരി സുഡാപ്പി വർഗങ്ങളൊക്കെ ഇവിടെ കമന്റ് ഇടുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഗൂഗിൾ എടുത്തുകൊണ്ട് ഡോക്ടർ NR മധു, അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും കൊടുത്താൽ മതി. കൃത്യമായിട്ടും ആരാണ് NR മധു എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കേസരി വീക്കിലി, കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിക്കുന്ന RSSന്റെ ആ ഒരു അണ്ടറിലുള്ള ഒരു വീക്കിലി, കേസരി വീക്കിലി. കേസരി വീക്കിലിയുടെ ചീഫ് എഡിറ്റർ ഇൻ ചീഫ് ആണ് അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന പൊസിഷൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സത്യം പറയട്ടെ, ഞാൻ കേട്ടിട്ടില്ല ഇത്ര ബോൾഡ് ആയിട്ട് പറയുന്ന ഒരു പ്രസ്താവനയും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ NR മധു സാറിന്റെ ഈ പ്രസ്താവനയ്ക്ക് നമ്മൾ മാക്സിമം പ്രചാരം കൊടുക്കേണ്ടതുണ്ട്. അതിന് പൂർണ്ണമായിട്ട് പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ജിഹാദികൾ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിച്ചപ്പോഴേക്കും ജോസഫ് മാഷോട് ചെയ്ത ക്രൂരത എന്തെന്നറിയാം. എന്നാൽ ആ ക്രൂരവർഗത്തിന് എന്താണ് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ, RSSന്റെ മാതൃസംഘടനയായിട്ടുള്ള RSSന്റെ ആ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഭരണാധികാരികൾ കൊടുത്തതെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് തീഹാർ
തിഹാർ ജയിലിൽ കിടന്ന് നരക യാതന അനുഭവിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ ആ നിലവിളി ചെവിയിൽ കേൾക്കുന്ന ഒരു ജിഹാദിയും ഇനി ഒരു ജോസഫ് മാഷിനെതിരെയും കൈകൾ പൊക്കിക്കൊണ്ട് വാളുയർത്തിക്കൊണ്ട് കൈകാലുകൾ ഛേദിക്കാൻ വരില്ല. കാരണം ഇത് ഭാരതമാണ്. ഇത് ഭാരതം എന്ന എന്റെ പെറ്റനാട് ഭരിക്കുന്നത് RSS ആണ്, BJP ആണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ NR മധു സാർ പറഞ്ഞത് കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെയ്തിട്ടുള്ള ചരിത്രത്തിന്റെ ആ ഒരു അറിവിന്റെ നിറകുടമാണ് NR മധു സാർ എന്നുള്ളത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ഇസ്ലാമിക കൊടും ഭീകരന്മാരെ എന്ന് കൂടി കൂട്ടിച്ചേർക്കട്ടെ. എന്തായാലും ഡോക്ടർ NR മധു സാറിന്റെ ഈ ധീരമായിട്ടുള്ള ഈ പ്രസ്താവനകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ പ്രേക്ഷകർ തയ്യാറാവുക എന്ന് കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.